മാത്രമാണ് ഭരണഘടനയെ സംരക്ഷിക്കാൻ ഇന്ന് ഉറച്ച നിലപാടെടുത്തിട്ടുള്ളതെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വിഷയത്തിൽ പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച സെമിനാർ കോട്ടപ്പുറം ഗവൺമെന്റ് LP സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നിയമവ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശില മതനിരപേക്ഷത, പാർലമെന്ററി ജനാധിപത്യം, ഫെഡറലിസം എന്നിവയാണ്. എന്നാൽ ഇന്ന് അവ വെല്ലുവിളി നേരിടുന്നു. മറ്റെങ്ങുമില്ലാത്ത രീതിയിൽ 1.5 കോടി രൂപയുടെ വികസനമാണ് കളമശ്ശേരി മണ്ഡലത്തിലെ ലൈബ്രറികൾക്കായി നടത്തിയിട്ടുള്ളത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TV ഷൈവിൻ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് എന്ന വളരെ പ്രസക്തമായിട്ടുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശില മതനിരപേക്ഷത, പാർലമെന്ററി ജനാധിപത്യം, ഫെഡറലിസം ഇതെല്ലാമാണ് പ്രധാനം. പക്ഷേ ഇപ്പം അത് ദുർബലമാകുന്നു. ഇന്നത്തെ പ്രധാന ഉത്തരവാദിത്വം ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ത്യ എന്നൊരു ആശയമാണ് ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നത്. അപ്പം അത് സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിൽ ലൈബ്രറികൾ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുണ്ടെന്നാണ് കരുതുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയാം, കേരളത്തിലൊരു മണ്ഡലത്തിലും ഒരു പ്രതിനിധിയും ലൈബ്രറികൾക്ക് വേണ്ടി ഇത്രയും അധികം ഫണ്ട് അനുവദിച്ച് ഒരു പദ്ധതി നടപ്പിലാക്കുന്നേ ഇല്ല. ഒരു മണ്ഡലത്തിൽ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജഗ്ജീവൻ റാം മഹാത്മാഗാന്ധിയെ കാണാൻ പോവുകയാണ്. ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊരു ആശയക്കുഴപ്പം ജഗ്ജീവൻ റാമിനുണ്ടായി. അപ്പം അദ്ദേഹം ഗാന്ധിയോട് ചോദിച്ചു, ബാപ്പുജി ഞാൻ പോണോ വേണ്ടയോ? അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പങ്കെടുക്കണം, പക്ഷെ അതിൽ ഇടപെടുമ്പോൾ ഓരോ തീരുമാനത്തിലേക്ക് എത്തുമ്പോഴും ദരിദ്രരിൽ ദരിദ്രനായ മനുഷ്യന്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അവന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമോ എന്ന് നോക്കണം. ഇതാണ് പിന്നീട് ഭരണാധികാരികളുടെ മുൻപിലേക്കെല്ലാം ഒരു പൊതു തത്വമായി വികസിച്ചു വന്നത്. ഇത് പ്രധാനമാണ്. ചിലര് പറയുക വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ആദ്യം റോഡ് പണിതു, കുറച്ച് കഴിയുമ്പോൾ അത് BMBC ആക്കി, കുറച്ച് കഴിയുമ്പോൾ അത് പൊളിച്ച് അടുത്ത ലെവലാക്കി, ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക, അല്ലെ പാലം എത്ര വന്നു. ഇതൊരു ഭാഗം മാത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന 2 വാക്കുകൾ ഒരർത്ഥമല്ല ഉള്ളത്. ഒന്ന് വളർച്ച, ഗ്രോത്ത്, മറ്റൊന്ന് വികസനം, ഡെവലപ്മെന്റ്. വളർച്ച എന്തുണ്ടാക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. വികസനം എന്ത് ലഭിക്കുന്നു സമൂഹത്തിനും മനുഷ്യർക്കും ഇത് സംബന്ധിച്ചാണ്. ഞങ്ങൾ ഈ വികസനത്തിനൊപ്പം എന്നുള്ള ഈ കാഴ്ചപ്പാടിലാണ്. സാധാരണ ഒരു ഗവൺമെന്റും അതിദരിദ്രരെ വിമുക്തമാക്കുക എന്നുള്ളത് പരിഗണനയിൽ വരുന്നതല്ല. പക്ഷെ ഒരു ഗവൺമെന്റിന്റെ പരിഗണനയിലേക്ക് അത് വരുന്നത് ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന് ഇന്ത്യയോട് പറയാനുള്ളത് ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതിന് നമുക്ക് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിനിടം എന്നുള്ളതാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജി ജോർജ് പ്രണത മുഖ്യപ്രഭാഷണം നടത്തി. ആലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി ജോളി മുഖ്യാതിഥിയായി. ജയൻ മാലിൽ, PR സത്യൻ എന്നിവർ വിഷയാവതരണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം ശാന്തിനി ഗോപകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം മായ വിനയൻ എന്നിവർ ആശംസകൾ നേർന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PP സുകുമാരൻ സ്വാഗതവും കോട്ടപ്പുറം TK ലാലു മെമ്മോറിയൽ ലൈബ്രറി സെക്രട്ടറി PS ജഗദീശൻ നന്ദിയും പറഞ്ഞു. താലൂക്ക് തല സർഗോത്സവത്തിലെയും വായന മത്സരങ്ങളിലെയും വിജയികൾക്ക് സമ്മാനവും വിതരണം ചെയ്തു. ഒരു പ്രൈസ് കൂടി മന്ത്രി കൊടുക്കുന്നതാണ്.